മ്യൂച്വൽ ഫണ്ടുകളുടെ സിസ്റ്റമാറ്റിക് ഇൻവെസ്റ്റ്മെൻറ്റ് പ്ലാനുകൾ അല്ലെങ്കിൽ SIPയെ കുറിച്ച് നമുക്ക് ജനറലായിട്ടൊരു ഐഡിയ ഉണ്ട്. നിങ്ങളിൽ പലരും മ്യൂച്വൽ ഫണ്ടുകളുടെ SIP റൂട്ടിൽ ഇൻവെസ്റ്റ്മെൻറ്റുകൾ നടത്തുന്ന ആളുകളാകാം. പക്ഷേ പലതരത്തിലുള്ള SIPകൾ ഇന്ന് മാർക്കറ്റിൽ അവൈലബിൾ ആണ്. കാരണം ഓരോ ദിവസവും നമ്മുടെ ഫൈനാൻഷ്യൽ സെക്ടറിൽ എസ്പെഷ്യലി മ്യൂച്വൽ ഫണ്ട് ഇൻഡസ്ട്രിയിൽ ഇന്നൊവേറ്റീവ് ആയിട്ടുള്ള പല മ്യൂച്വൽ ഫണ്ട് പ്രോഡക്റ്റുകളും അതേപോലെ തന്നെ ടെക്നോളജിയുടെ അഡ്വാൻസ്മെൻറ്റിൻ്റെ ആ അഡ്വാൻറ്റേജും പല മ്യൂച്വൽ ഫണ്ടുകളും യൂസ് ചെയ്യുന്നുണ്ട്. SIP ഇൻവെസ്റ്റ്മെൻറ്റുകൾ തന്നെ പല തരത്തിലുള്ള SIP ഇൻവെസ്റ്റ്മെൻറ്റുകളുണ്ട്. നമ്മൾ പലരും സാധാരണയായി യൂസ് ചെയ്യുന്നത് റെഗുലർ SIP ആയിരിക്കും. കാരണം ഓരോ മാസവും അല്ലെങ്കിൽ ഓരോ പീരിയോഡിക്കൽ ഇൻ്റർവെൽസിൽ ഒരു ഫിക്സഡ് എമൗണ്ട് വീതം ഒരു ഫിക്സഡ് പീരീഡിലേക്ക് അല്ലെങ്കിൽ 10 വർഷത്തേന് 5 വർഷത്തേന് അങ്ങനെയായിരിക്കും നമ്മൾ സാധാരണയായിട്ട് SIPകളിൽ ഇൻവെസ്റ്റ് ചെയ്ത് വരുന്ന ഇങ്ങനെയുള്ള ഇൻവെസ്റ്റ്മെൻറ്റുകളെ സാധാരണ റെഗുലർ SIP എന്നാണ് പറയുന്നത്. SIP ഇൻവെസ്റ്റ്മെൻറ്റുകൾ സ്റ്റാൻഡിങ് ഇൻസ്ട്രക്ഷൻ മുഖാന്തരം ഓരോ മാസവും നമ്മുടെ അറിവ് കൂടാതെ തന്നെ നമ്മുടെ അക്കൗണ്ടിൽ നിന്ന് ഡെബിറ്റായി പോകും. പക്ഷേ SIP ഇൻവെസ്റ്റ്മെൻറ്റ് ചെയ്യുന്നതിന് മുന്നേ ശ്രദ്ധിക്കാനുള്ള ഒരു കാര്യം, പീരീഡിലേക്കാണോ നിങ്ങൾ SIP ഇൻവെസ്റ്റ്മെൻറ്റ് സെലക്ട് ചെയ്തിരിക്കുന്നത്, 1-ാം തീയതിയോ 5-ാം തീയതിയോ 10-ാം തീയതിയോ ഏത് ഡേറ്റുമാകാം, ആ ഡേറ്റിന് മുന്നേ ആയിട്ട് നിങ്ങളുടെ അക്കൗണ്ടിൽ സഫിഷ്യൻ്റ് ആയിട്ടുള്ള ബാലൻസ് കീപ്പ് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കണം. അപ്പോൾ നിങ്ങൾക്കറിയാം, പല ബാങ്കുകൾ റൂൾ അനുസരിച്ച് നമ്മുടെ അക്കൗണ്ടിൽ നിന്നും പണം ഇല്ലാതെ ചെക്ക് മടങ്ങുകയോ അല്ലെങ്കിൽ ഇതേപോലെയുള്ള സ്റ്റാൻഡിങ് ഇൻസ്ട്രക്ഷനിൽ വരുന്ന ഏതെങ്കിലും പേയ്മെൻറ്റുകൾ സഫിഷ്യൻ്റായിട്ടുള്ള പണമില്ലാതെ മടങ്ങുകയോ ചെയ്താൽ സാധാരണയായിട്ട് ബാങ്കുകൾ പെനാൽറ്റി ചാർജ് ചെയ്യാറുണ്ട്. അത് വലിയ എമൗണ്ടാണ്. ചില ബാങ്കുകൾ 500 രൂപ 1000 രൂപയൊക്കെ അതിന് പെനാൽറ്റി ആയിട്ട് നമ്മുടെ അക്കൗണ്ടിൽ ഡെബിറ്റ് ചെയ്യും. അപ്പം നിങ്ങൾ എപ്പോഴും ശ്രദ്ധിക്കേണ്ട കാര്യം, നിങ്ങൾ സ്റ്റാൻഡിങ് ഇൻസ്ട്രക്ഷൻ കൊടുക്കുമ്പോൾ SIP അല്ല വേറെ ഇൻഷുറൻസ് പ്രീമിയമോ ഏത് തരത്തിലുള്ള സ്റ്റാൻഡിങ് ഇൻസ്ട്രക്ഷൻ ആണെങ്കിലും നമ്മുടെ അക്കൗണ്ട് ഡെബിറ്റ് ചെയ്യാനായിട്ട് സ്റ്റാൻഡിങ് ഇൻസ്ട്രക്ഷൻ കൊടുക്കുമ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ആ ഡ്യൂ ഡേറ്റിൽ സഫിഷ്യൻ്റ് ആയിട്ടുള്ള ക്യാഷ് നമ്മുടെ അക്കൗണ്ടിൽ കീപ്പ് ചെയ്യാൻ ശ്രദ്ധിക്കണം. അല്ലെങ്കിൽ നമ്മുടെ SIP പ്രോസസ്സ് നടക്കുകയില്ല. അതോടൊപ്പം തന്നെ നമ്മുടെ അക്കൗണ്ടിൽ നിന്നും അൺനെസസറി ആയിട്ടുള്ളൊരു പെനാൽറ്റി ഡെബിറ്റ് ചെയ്യാൻ ചാൻസ് ഉണ്ട്. SIP സാധാരണയായിട്ട് മിനിമം 500 രൂപയാണ് വേണ്ടത്. പക്ഷേ പല മ്യൂച്വൽ ഫണ്ടുകളും ഈവൻ 100 രൂപയ്ക്കും നമുക്ക് SIP സ്റ്റാർട്ട് ചെയ്യാനായിട്ടുള്ള അവസരങ്ങൾ നൽകുന്നുണ്ട്. 7 തരത്തിലുള്ള SIPകളെ കുറിച്ചാണ് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഞാനിപ്പോൾ പറഞ്ഞത് നോർമലായിട്ടുള്ള നമ്മുടെ റെഗുലർ SIPയെ കുറിച്ചാണ്. നമ്മൾ ഈ SIPയുടെ പീരീഡ് നമ്മൾ തിരഞ്ഞെടുക്കുമ്പോൾ ഡെയിലി നമുക്ക് ഇൻവെസ്റ്റ് ചെയ്യാവുന്ന SIP ചെയ്യാവുന്ന മ്യൂച്വൽ ഫണ്ട് സ്കീമുകളുണ്ട്. അതേപോലെ തന്നെ വീക്കിലി, ബൈ-വീക്കിലി ബേസിസിൽ, മന്ത്ലി ബേസിസിൽ, ക്വാർട്ടർലി ബേസിസിൽ ഇങ്ങനെ പല ഓപ്ഷൻസും അവൈലബിൾ ആണ്. നിങ്ങൾ ചിന്തിക്കുന്നുണ്ടാവും, ഡെയിലി SIP ചെയ്യുകയാണെങ്കിൽ നമ്മുടെ കോസ്റ്റ് ആവറേജ്, മെയിനായിട്ടും നമ്മൾ SIP ചെയ്യുന്നത് നമ്മുടെ ഇൻവെസ്റ്റ്മെൻറ്റിൻ്റെ കോസ്റ്റ് ആവറേജ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. കാരണം പല മാർക്കറ്റ് കണ്ടീഷനിലൂടെ കടന്നു പോകുമ്പോൾ നമ്മൾക്ക് അലോട്ട് ചെയ്യുന്ന യൂണിറ്റ് മാർക്കറ്റിൻ്റെ കണ്ടീഷൻ അനുസരിച്ച് അല്ലെ ഫണ്ടിൻ്റെ NAV അനുസരിച്ച് കൂടുതൽ യൂണിറ്റോ കുറവ് യൂണിറ്റുകളോ വരാം. പക്ഷേ നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യുന്ന എമൗണ്ട് സെയിം ആയിരിക്കും. അപ്പോൾ അതിനെ ബേസ് ചെയ്തിട്ട് നമ്മുടെ കോസ്റ്റ് ആവറേജ് ചെയ്തു വരും. ഇതാണ് SIPയുടെ ഒരു അഡ്വാൻറ്റേജ് എന്ന് പറയുന്നത്. പക്ഷേ നമ്മൾ ഡെയിലി ബേസിസിൽ SIP ചെയ്യുകയാണെങ്കിൽ അതിന് വേറെ ചില കോംപ്ലിക്കേഷൻസ് ഒക്കെ ഉണ്ട്. നിങ്ങളിപ്പം ഡെയിലി ബേസിസിൽ SIP ചെയ്യുന്നതോ അല്ലെങ്കിൽ ബൈ-വീക്കിലി ബേസിസിൽ SIP ചെയ്യുന്നതോ ആയിട്ട് ഓവറോൾ നോക്കുമ്പോൾ വലിയ വ്യത്യാസമുണ്ടാകും. പക്ഷേ ഇതിൻ്റെ ഒരു പ്രശ്നം എന്ന് പറയുന്നത്, നമ്മുടെ ഇൻവെസ്റ്റ്മെൻറ്റ് വിഡ്രോ ചെയ്യുന്ന സമയത്ത് അല്ലെങ്കിൽ നമ്മുടെ യൂണിറ്റ് റെഡീം ചെയ്യുന്ന സമയത്ത് നമ്മൾ ക്യാപിറ്റൽ ഗെയിൻ ടാക്സ് കൊടുക്കാനായിട്ട് ബാധ്യസ്ഥരാണ്. ഇപ്പോൾ ഷോർട്ട് ടൈം ക്യാപിറ്റൽ ഗെയിൻ ആകാം, ലോങ് ടൈം ക്യാപിറ്റൽ ഗെയിൻ ആകാം. ഓരോ ദിവസവും നിങ്ങളുടെ അക്കൗണ്ടിൽ ഓരോ എൻട്രി വരിക എന്ന് പറഞ്ഞാൽ നിങ്ങൾ ക്യാപിറ്റൽ ഗെയിൻ മറ്റും കമ്പ്യൂട്ട് ചെയ്യുന്നതിന് അത് വളരെ ബുദ്ധിമുട്ടുകൾ ഉണ്ടാക്കും. അതാണ് അതിൻ്റെ ഒരു ഡിസഡ്വാൻറ്റേജ് എന്ന് പറയുന്നത്. പിന്നെ നമ്മൾ കോസ്റ്റ് ആവറേജിങ് എല്ലാം വെച്ച് നോക്കുമ്പം ഡെയിലി ചെയ്യുന്നതും അതോടൊപ്പം തന്നെ നമ്മൾ ബൈ-വീക്കിലി ബേസിസിലോ അല്ലെ വീക്കിലി ബേസിസിലോ ചെയ്യുന്നതുമായിട്ടും വലിയ വ്യത്യാസമുണ്ടാകുകയില്ല. ഇതാണ് റെഗുലർ SIP. ഇനി രണ്ടാമത്തെ കാറ്റഗറി ഓഫ് SIP എന്ന് പറയുന്നത് സ്റ്റെപ്പ് അപ്പ് SIP ആണ്. ആളുകളെല്ലാം ലേസി ആയിട്ടുള്ള ആളുകളാണ്. ശരി, നെയിം സേക്കിന് വേണ്ടിയിട്ട് അവർ SIP സ്റ്റാർട്ട് ചെയ്തു, അത് അങ്ങനെ വർഷങ്ങളോളം കണ്ടിന്യൂ ചെയ്തു പോകും. അപ്പം എത്ര പീരീഡിലേക്കാണ് അവർ SIP ഓപ്റ്റ് ചെയ്തിരിക്കുന്നതെന്ന് വെച്ചാൽ അത്രയും സമയം അത് കണ്ടിന്യൂ ചെയ്തു പോകും.
പക്ഷേ അവർ അതിനെക്കുറിച്ച് മോണിറ്റർ ചെയ്യുന്നതിനോ അല്ലെങ്കിൽ അതിൻ്റെ പെർഫോമൻസ് നോക്കുന്നതിനോ അല്ലെങ്കിൽ അതിൽ എത്ര എമൗണ്ട് അപ്രീസിയേഷൻ വന്നിരിക്കുന്നെന്ന് നോക്കുന്നതിനോ പല ആളുകളും മെനക്കെടാറില്ല. സാധാരണ അവർ ആരോ അഡ്വൈസ് ചെയ്ത് അവർ SIP സ്റ്റാർട്ട് ചെയ്ത് അക്കൗണ്ടിൽ നിന്ന് ഓട്ടോമാറ്റിക്കായിട്ട് ഡെബിറ്റ് ചെയ്തുകൊണ്ടിരിക്കും. അപ്പം നിങ്ങൾ സാലറി വാങ്ങുന്ന ആളുകളാണ് അല്ലെങ്കിൽ എവിടെയെങ്കിലും എംപ്ലോയിഡ് ആയിട്ടുള്ള ആളുകളാണെങ്കിൽ നിങ്ങൾക്ക് എല്ലാ വർഷവും നോർമലായിട്ട് ഒരു ഇൻക്രിമെൻറ്റ് ലഭിക്കാറുണ്ട്. നിങ്ങളുടെ ബേസിക് സാലറിയുടെ 5%ഓ 10%ഓ സാധാരണയായിട്ട് ഇൻക്രിമെൻറ്റ് ലഭിക്കാറുണ്ട്. അപ്പം നമ്മൾ ഫൈനാൻഷ്യൽ പ്ലാനിങ് ചെയ്യുമ്പോൾ തീർച്ചയായിട്ടും നമുക്ക് സർപ്ലസ് വരുന്ന നമ്മുടെ ബേസിക് ആയിട്ടുള്ള നമ്മുടെ എക്സ്പെൻസസുകളെല്ലാം മീറ്റ് ചെയ്തതിന് ശേഷം സർപ്ലസ് ആയിട്ട് വരുന്ന എമൗണ്ട് നമ്മൾ സേവ് ചെയ്യുക. സേവ് ചെയ്ത എമൗണ്ട് നമ്മൾ സാധാരണ പ്രോഫിറ്റബിളായിട്ട് ഇൻവെസ്റ്റ് ചെയ്യുകയാണ് നമ്മൾ പ്രൂഡൻ്റ് ആയിട്ടുള്ള ഒരു ഫൈനാൻഷ്യൽ പ്ലാനിങ്ങിൽ നമ്മൾ ചെയ്യേണ്ടത്. നമുക്ക് ഇയർലി ഇൻക്രീസ് വരുന്ന എമൗണ്ട്, ആ വരുന്ന സർപ്ലസ് എമൗണ്ട് ഓട്ടോമാറ്റിക്കായിട്ട് യൂട്ടിലൈസ് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് ഈ സ്റ്റെപ്പ് SIP ഉപയോഗിക്കും. അതുമാത്രമല്ല, നിങ്ങൾക്കറിയാം നമ്മുടെ ഇൻവെസ്റ്റ്മെൻറ്റിൻ്റെ അല്ലെങ്കിൽ നമ്മുടെ ഏണിങ്ങിൻ്റെ മേജർ പോർഷൻ ഇൻഫ്ലേഷനാണ് എടുത്തുകൊണ്ട് പോകുന്നത്. 6% അല്ലെങ്കിൽ 7% ഇൻഫ്ലേഷൻ നമ്മൾ കമ്പ്യൂട്ട് ചെയ്താലും ആവറേജ് ഇപ്പോൾ നമ്മൾ സ്പെൻഡ് ചെയ്യുന്ന എമൗണ്ടിൻ്റെ എത്ര ഇരട്ടി എമൗണ്ട് നമ്മുടെ ടാർഗറ്റ് ടൈമിൽ അല്ലെങ്കിൽ 10 വർഷം കഴിയുമ്പോൾ 15 വർഷം കഴിയുമ്പോൾ നമ്മൾ സ്പെൻഡ് ചെയ്യേണ്ടതായി വരും. ഈ കാര്യങ്ങളിലൂടെ നിങ്ങൾ മനസ്സിലാക്കിയിട്ട് ഈ സ്റ്റെപ്പ് SIP പോലെയുള്ള SIPകളിൽ ഓപ്ഷൻ കൊടുത്താൽ ഓരോ സ്പെസിഫിക് ഇൻ്റർവെല്ലിലും സാധാരണയായിട്ട് 6 മന്ത്സിലോ അല്ലെങ്കിൽ ആനുവലിയോ നിങ്ങളിപ്പോൾ കൊടുക്കുന്ന SIP എമൗണ്ടിൻ്റെ സർട്ടൻ പെർസെൻറ്റേജ്, ഒരു എക്സാമ്പിൾ പറഞ്ഞാൽ നിങ്ങളിപ്പോൾ 5,000 റുപ്പീസ് വീതമാണ് SIP സ്റ്റാർട്ട് ചെയ്തിരിക്കുന്നത്. അപ്പോൾ നിങ്ങൾ സ്റ്റെപ്പ് SIP ആയിട്ട് ഓരോ വർഷവും 10% വീതം ഇൻക്രിമെൻ്റൽ ബേസിസിൽ ചെയ്യണമെന്ന് പറഞ്ഞാൽ നെക്സ്റ്റ് ഇയറിൽ 5,000 രൂപ 5,500 രൂപയാകും. പിന്നെ അതിൻ്റെ അടുത്ത വർഷത്തിൽ 5,500 രൂപയുടെ 10% കൂടി ആഡ് ചെയ്തിട്ട് ആ എമൗണ്ട് എത്രയാണോ അങ്ങനെ ആ എമൗണ്ട് കണ്ടിന്യൂസ് ആയിട്ട് ഇൻവെസ്റ്റ് ചെയ്തു പോകും. അപ്പോൾ നമ്മൾ അറിയാതെ തന്നെ നമ്മൾ ഇതേപോലെ ഒരു ഓപ്ഷൻ കൊടുത്തു കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കായിട്ട് SIPയുടെ എമൗണ്ട് ഇൻക്രീസ് ചെയ്ത് ഇൻവെസ്റ്റ്മെൻറ്റുകൾ ചെയ്തുകൊണ്ടിരിക്കും. ഇത് വളരെ അഡ്വാൻറ്റേജ് ആയിട്ടുള്ള ഒരു ഓപ്ഷനാണ്. നമ്മൾ ഫ്യൂച്ചറിൽ എക്സ്പെക്റ്റ് ചെയ്യുന്ന എക്സ്പെൻസസിന് ഇൻഫ്ലേഷൻ അഡ്ജസ്റ്റഡ് ആയിട്ടുള്ള ഒരു റിട്ടേൺ ലഭിക്കണമെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളൊരു ടാർഗറ്റ്, ഒരു പ്രത്യേക ടാർഗറ്റ് അല്ലെങ്കിൽ ഒരു ലക്ഷ്യം അല്ലെങ്കിൽ ഒരു ഗോളിന് വേണ്ടിയിട്ടാണ് ഇൻവെസ്റ്റ് ചെയ്യുന്നതെങ്കിൽ തീർച്ചയായിട്ടും ഇതേപോലെയുള്ള സ്റ്റെപ്പ് SIPകൾ നിങ്ങളെ സഹായിക്കും. മൂന്നാമത്തെ കാറ്റഗറിയിൽ വരുന്ന SIPs എന്ന് പറയുന്നത് ഫ്ലെക്സി SIP അല്ലെങ്കിൽ സ്മാർട്ട് SIP എന്ന് പറയും. പല മ്യൂച്വൽ ഫണ്ടുകൾക്കും ഇതേപോലത്തെ ഫ്ലെക്സി അല്ലെങ്കിൽ സ്മാർട്ട് SIPs ഉണ്ട്. ഫ്ലെക്സി SIP അല്ലെങ്കിൽ സ്മാർട്ട് SIPകൾ വർക്ക് ചെയ്യുന്നത് നമ്മുടെ മാർക്കറ്റിൽ ബേസ് ചെയ്ത ചില ഇൻസിഡൻസിൻ്റെ ബേസിസിലാണ്. നമ്മൾ 5,000 രൂപ അല്ലെ 10,000 രൂപയായിരിക്കും നമ്മൾ മന്ത്ലി കൊടുക്കുന്ന SIP എമൗണ്ട്. പക്ഷേ മാർക്കറ്റിൽ സംഭവിക്കുന്ന ചില ഇൻസിഡൻസിൻ്റെ ബേസിസിൽ നമ്മുടെ SIP എമൗണ്ടുകൾ കൂടുകയോ കുറയുകയോ ചെയ്യാം. അപ്പം ഒരു എക്സാമ്പിൾ നമ്മൾ പറയുവാണെങ്കിൽ നിഫ്റ്റിയാണ് നമ്മൾ ബെഞ്ച് മാർക്കായിട്ട് വെച്ചിരിക്കുന്നത്. അപ്പം നമ്മൾ SIP സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത് നമ്മൾ പറയുകയാണ് നിഫ്റ്റി ഇത്ര പെർസെൻറ്റേജ് മുകളിൽ പോയാൽ അല്ലെങ്കിൽ ഇൻക്രീസ് വന്നു കഴിഞ്ഞാൽ എൻ്റെ SIPയുടെ എമൗണ്ട് കുറയ്ക്കണം. അല്ലെങ്കിൽ നിഫ്റ്റി ഡൗൺ ആയാൽ 10% നിഫ്റ്റി ഡൗൺ ആയാൽ എൻ്റെ SIPയുടെ എമൗണ്ട് കൂട്ടണം. ഇതേപോലെയുള്ള പല ഇൻസിഡൻസിനെ ബേസ് ചെയ്തിട്ട് നമുക്ക് SIP എമൗണ്ട് തീരുമാനിക്കാവുന്നതാണ്. അപ്പോൾ ഇവിടെ എന്താണ് സംഭവിക്കുക? മാർക്കറ്റ് കൂടുന്ന സമയത്ത് നമ്മൾ ഇൻവെസ്റ്റ്മെൻറ്റ് നടത്തുമ്പോൾ ഫണ്ടിൻ്റെ NAV കൂടുതലായിരിക്കും, അതിനനുസരിച്ച് നമുക്ക് കുറച്ച് യൂണിറ്റേ കിട്ടുകയുള്ളൂ. അല്ലെങ്കിൽ മാർക്കറ്റ് താഴ്ന്നു പോകുന്ന ഒരു സമയത്ത്, താഴ്ന്നു വരുന്ന ഒരു സമയത്ത് നമ്മൾ കൂടുതൽ എമൗണ്ട് ഇൻവെസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കൂടുതൽ യൂണിറ്റുകൾ ലഭിക്കും. അത് നമ്മുടെ ഫ്യൂച്ചറിലേക്ക് നമ്മുടെ കോസ്റ്റ് ആവറേജ് ചെയ്യാനും ആ താഴ്ന്ന വിലയിൽ അല്ലെ താഴ്ന്ന പ്രൈസിൽ നമ്മൾ വാങ്ങുന്ന യൂണിറ്റുകൾക്ക് നല്ല അപ്രിസിയേഷൻ ലഭിക്കുവാനും ഓവറോൾ നമ്മുടെ പോർട്ട്ഫോളിയോയ്ക്ക് അല്ലെങ്കിൽ SIP ഇൻവെസ്റ്റ്മെൻറ്റിന് അതൊരു മെച്യൂർ ആകുന്ന സമയത്ത് ഒരു നല്ല ഒരു റിട്ടേൺ നമുക്ക് തരാനും അത് ഇങ്ങനെയുള്ള നമ്മുടെ SIP ഇൻവെസ്റ്റ്മെൻറ്റിൻ്റെ എമൗണ്ട് കൂട്ടുകയാണെങ്കിൽ അത് നിങ്ങളെ സഹായിക്കും. ഇപ്പോൾ പല മ്യൂച്വൽ ഫണ്ടുകളും ഇതേപോലെയുള്ള SIPകളിൽ ഓപ്ഷൻ കൊടുക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ ഇൻവെസ്റ്റ് ചെയ്യുന്ന മ്യൂച്വൽ ഫണ്ടിൽ ഈ ഓപ്ഷൻ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഈ ഓപ്ഷൻ തിരഞ്ഞെടുത്താൽ ഒരു
റിട്ടേൺ നിങ്ങൾക്ക് ലഭിക്കാൻ നിങ്ങളെ സഹായിക്കും ഫ്യൂച്ചറിലേക്ക്. അതുപോലെ തന്നെ നാലാമത്തെ ഓപ്ഷൻ എന്ന് പറയുന്നത് ട്രിഗർ ബേസ്ഡ് SIPs ആണ്. അപ്പം ഞാൻ ഇതിന് മുന്നേ ഉള്ള SIP അല്ലെ ഫ്ലെക്സി അല്ലെ സ്മാർട്ട് SIP എക്സ്പ്ലെയിൻ ചെയ്തതുപോലെ തന്നെ ട്രിഗർ ബേസ്ഡ് SIPകളും സാധാരണ ചില മാർക്കറ്റ് കണ്ടീഷൻ്റെ ബേസിസിലായിരിക്കും. SIP മാർക്കറ്റ് ലിങ്ക്ഡ് ആണ്. സാധാരണയായിട്ട് മാർക്കറ്റിൽ സംഭവിക്കുന്ന എന്തെങ്കിലും ഒരു പ്രത്യേക ഇവൻറ്റിനെ ബേസ് ചെയ്തിട്ടായിരിക്കും കോസ്റ്റ് ആവറേജിങ് ആണ് നടക്കുന്നത്. നമുക്ക് മാർക്കറ്റിൽ അല്ലെങ്കിൽ ഷെയർ മാർക്കറ്റിൽ അല്ലെങ്കിൽ നമ്മുടെ ഫണ്ടിൻ്റെ പ്രൈസ് കുറയുന്ന സമയത്ത് കൂടുതൽ എമൗണ്ട് നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യുകയും അതോടൊപ്പം തന്നെ നമ്മുടെ കോസ്റ്റ് ആവറേജ് ചെയ്യുവാനും ഫേവറബിൾ ആയിട്ടുള്ള ഒരു ആവറേജ് പ്രൈസ് നമുക്ക് ഇതിൽ നിന്നുണ്ടാക്കാനും സാധിക്കും. ഇത് മുഖാന്തരം തീർച്ചയായിട്ടും ഫണ്ടിൻ്റെ റിട്ടേൺ, നമ്മുടെ ഇൻവെസ്റ്റ്മെൻറ്റിൽ നിന്ന് കിട്ടുന്ന റിട്ടേൺസ് അല്ലെങ്കിൽ ഗ്രോത്തിൻ്റെ പെർസെൻറ്റേജ് കൂട്ടാനായിട്ട് ഇത് നമ്മളെ ഹെൽപ്പ് ചെയ്യും. ഇത് പലതരത്തിലുള്ള ട്രിഗേഴ്സ് ഇതിൻ്റെ അകത്ത് ഉപയോഗിക്കാം. NAV ട്രിഗർ, ഞാൻ ആദ്യമേ പറഞ്ഞ പോലെ ഫണ്ടിൻ്റെ പ്രൈസിനെ ബേസ് ചെയ്തിട്ട് ഇൻഡെക്സ് ലെവലിനെ അത് ബെഞ്ച് മാർക്ക് ചെയ്തിരിക്കുന്ന ഇൻഡെക്സ്, അതായത് BSE സെൻസെക്സോ നിഫ്റ്റി 50യോ അതിന് ബേസ് ചെയ്തിട്ടുള്ള ഒരു ട്രിഗർ വേണേൽ നമുക്ക് സെറ്റ് ചെയ്യാം. ക്യാപിറ്റൽ ട്രിഗർ വേണേൽ, ടൈം ബേസ്ഡ് ട്രിഗർ, ഇങ്ങനെ പലതരത്തിലുള്ള ട്രിഗറുകൾ നമ്മൾക്ക് SIP ഇൻവെസ്റ്റ്മെൻറ്റ് വേണ്ടിയിട്ട് സെറ്റ് ചെയ്യാവുന്നതാണ്. അഞ്ചാമത്തെ ടൈപ്പ് SIP എന്ന് പറയുന്നത് പെർപ്പച്വൽ SIP ആണ്. സാധാരണയായിട്ട് നമ്മൾ SIPകൾ ചെയ്യുന്നത് ഒരു സർട്ടൻ പീരീഡിലേക്കായിരിക്കും. 5 വർഷം, 10 വർഷം, 20 വർഷം അങ്ങനെ. അപ്പം യങ്ങർ ഏജിലുള്ള ആളുകളാണെങ്കിൽ തീർച്ചയായിട്ടും അവർക്ക് പെർപ്പച്വൽ SIP യൂസ് ചെയ്യാം. ഈവൻ എല്ലാ ആളുകൾക്കും പെർപ്പച്വൽ SIP ഓപ്റ്റ് ചെയ്യാം. പെർപ്പച്വൽ SIP എന്ന് പറയുന്നത് നമ്മൾ ഇൻഡെഫിനിറ്റ് ആയിട്ടുള്ള പീരീഡിലേക്കാണ് അവിടെ ഇൻവെസ്റ്റ് ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ പർട്ടിക്കുലറായിട്ട് ഒരു ഡേറ്റ് പറയുന്നില്ല, ഇന്ന ഡേറ്റ് വന്നു കഴിഞ്ഞാൽ എൻ്റെ SIP സ്റ്റോപ്പ് ചെയ്യുക. നമുക്ക് തീർച്ചയായിട്ടും നിങ്ങൾ SIPകൾ തുടങ്ങുമ്പോൾ നിങ്ങൾക്ക് പെർപ്പച്വൽ SIPകൾ സ്റ്റാർട്ട് ചെയ്യാം. SIPയെ സംബന്ധിച്ചിടത്തോളം അല്ലെങ്കിൽ മ്യൂച്വൽ ഫണ്ട് ഇൻവെസ്റ്റ്മെൻറ്റിനെ സംബന്ധിച്ചിടത്തോളം നമ്മൾക്ക് ഏത് ദിവസം വേണമെങ്കിലും ഈ മ്യൂച്വൽ ഫണ്ട് SIP സ്റ്റോപ്പ് ചെയ്യാനായിട്ട് സാധിക്കും. അതുകൊണ്ട് എപ്പോഴും നിങ്ങൾ ഓപ്റ്റ് ചെയ്യുമ്പോൾ പെർപ്പച്വൽ SIP ഓപ്റ്റ് ചെയ്യുക. അപ്പോൾ നിങ്ങൾക്ക് 5 വർഷം കഴിഞ്ഞ് SIP കണ്ടിന്യൂ ചെയ്യാൻ താല്പര്യമില്ല എങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ആ സമയത്ത് സ്റ്റോപ്പ് ചെയ്യാം. അല്ലെങ്കിൽ ഒരു ഫണ്ടിൻ്റെ പെർഫോമൻസ് കറക്റ്റ് അല്ല, പെർഫോമൻസ് നല്ലതല്ല, അതിൽ നന്നായിട്ട് പെർഫോം ചെയ്യുന്ന ഫണ്ടുകളിൽ നമുക്ക് SIP സ്റ്റാർട്ട് ചെയ്യാൻ പറ്റുമെങ്കിൽ സാധാരണ നമ്മൾ ചെയ്യുന്നത് എന്താണ്, പൂവറായിട്ട് പെർഫോം ചെയ്യുന്ന ഒരു ഫണ്ടിൽ കണ്ടിന്യൂസ് ആയിട്ട് നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യുന്നതിൽ കാര്യമില്ല. അപ്പോൾ നമ്മൾ സാധാരണയായിട്ട് ആ ഫണ്ടിലേക്കുള്ള SIP നിർത്തി നമ്മൾ പുതിയ ഫണ്ടിൽ നമുക്ക് SIP സ്റ്റാർട്ട് ചെയ്യാം. ആറാമത്തെ കാറ്റഗറി SIP എന്ന് പറയുന്നത് SIP വിത്ത് ഇൻഷുറൻസോ അല്ലെങ്കിൽ മെഡിക്കൽ കവർ. ഇങ്ങനെ പല മ്യൂച്വൽ ഫണ്ടുകളും അവരെ SIP പ്രൊമോട്ട് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ഒരു ആഡഡ് ബെനിഫിറ്റായിട്ട് ഇൻഷുറൻസ് കവർ നൽകാറുണ്ട്. അതോടൊപ്പം തന്നെ പല മ്യൂച്വൽ ഫണ്ടുകളും ഒരു ഹെൽത്ത് ഇൻഷുറൻസ് അല്ലെങ്കിൽ നിങ്ങൾക്കൊരു എമർജൻസിക്ക് പണം വിഡ്രോ ചെയ്യണമെങ്കിൽ പല ഇൻഷുറൻസ് കമ്പനികളുമായിട്ട് ജോയിൻ ചെയ്തിട്ട് നിങ്ങളുടെ മ്യൂച്വൽ ഫണ്ട് ഇൻവെസ്റ്റ്മെൻറ്റ് വിഡ്രോ ചെയ്യാനുള്ള ഒരു ഓപ്ഷൻ തരുന്നുണ്ട്. അതിനൊരു എക്സാമ്പിളാണ് നിങ്ങൾ ICICI മ്യൂച്വൽ ഫണ്ടിൽ ഇൻവെസ്റ്റ് ചെയ്യുകയാണെങ്കിൽ അവരങ്ങനെയുള്ള ഒരു ഓപ്ഷൻ അതിനകത്ത് തരുന്നുണ്ട്. അത് നമുക്ക് വേണമെങ്കിൽ ഓപ്റ്റ് ചെയ്യാം, ഇല്ലെങ്കിൽ ഓപ്റ്റ് ചെയ്യേണ്ട ആവശ്യമില്ല. അതേപോലെ തന്നെ ULIP യൂണിറ്റ് ലിങ്ക്ഡ് ഇൻഷുറൻസ് പ്ലാൻ എന്ന് പറയുന്ന പദ്ധതി, അതിൽ ഒരു ഇൻഷുറൻസ് ആക്സിഡൻറ്റ് ഇൻഷുറൻസ് കവർ ലഭിക്കുന്ന ഒരു പദ്ധതിയാണ്. ഇതാണ് ഇന്ത്യയിലെ ആദ്യത്തെ ULIP അല്ലെങ്കിൽ യൂണിറ്റ് ലിങ്ക്ഡ് ഇൻഷുറൻസ് പ്ലാൻ എന്ന് പറയുന്ന പദ്ധതി. എനിക്ക് തോന്നുന്നു ഇത് 1971 സ്റ്റാർട്ട് ചെയ്ത ഫണ്ടാണ്. ഇതും SIP മോഡിലാണ്. ഈ ഫണ്ട് ഓപ്പറേറ്റ് ചെയ്യുന്ന SIP മോഡിലാണ്. ഇതേപോലെ ആഡഡ് ബെനിഫിറ്റുകൾ കൊടുക്കുന്ന പല ആഡഡ് ബെനിഫിറ്റുകൾ കൊടുക്കുന്ന SIPകളും റെഗുലർ ഇൻവെസ്റ്റ്മെൻറ്റുകളുമുണ്ട്. അപ്പോൾ അത് ഓരോ മ്യൂച്വൽ ഫണ്ടുകൾക്കും പ്രത്യേകമായിട്ട് ഓരോ തരത്തിലുള്ള ആഡ് ഓൺ അവൈലബിൾ ആണ്. ഏഴാമത്തെ തരത്തിലുള്ള SIP എന്ന് പറയുന്നത് മൾട്ടി SIP ആണ്. ഒരു ഇൻവെസ്റ്ററെ സംബന്ധിച്ചിടത്തോളം ഒരു പർട്ടിക്കുലർ മ്യൂച്വൽ ഫണ്ട് അല്ലെങ്കിൽ അസറ്റ് മാനേജ്മെൻറ്റ് കമ്പനിയിൽ പല ഫണ്ടുകളിൽ അവർ ഓപ്പറേറ്റ് ചെയ്യുന്ന പല ഫണ്ടുകളിൽ ഇൻവെസ്റ്റ് ചെയ്യുന്നുണ്ടാവാം, അല്ലെങ്കിൽ SIPകൾ സ്റ്റാർട്ട് ചെയ്യുന്നുണ്ടാവാം. അവർക്ക് എല്ലാം കമ്പൈൻ ചെയ്തിട്ട് ഇപ്പം അവരൊരു HDFC മ്യൂച്വൽ ഫണ്ടിൻ്റെ 3 സ്കീമുകളിൽ അവർ SIP സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ അവർക്ക് അത് കമ്പൈൻ ചെയ്തിട്ട് ഒറ്റ പേയ്മെൻ്റ് ആയിട്ട് കൊടുക്കാം. ഇപ്പം 5000 വീതം 15000 രൂപയുടെ 3 SIPകളുണ്ടെങ്കിൽ 3 തരത്തിൽ അല്ലെങ്കിൽ 3 പ്രാവശ്യം നിങ്ങളുടെ അക്കൗണ്ട് ഡെബിറ്റ് ചെയ്യുന്നതിന് പകരം 15000 രൂപ ഒരുമിച്ച് നിങ്ങളുടെ അക്കൗണ്ടിൽ നിന്ന് ഡെബിറ്റ് ചെയ്ത് ആ ഇൻവെസ്റ്റ്മെൻറ്റ് അവർ നടത്തുന്നതാണ്. ഇതാണ് സാധാരണയായിട്ട് മൾട്ടി SIP എന്ന് പറയുന്നത്. ഇങ്ങനെ ഒരുപാട് തരത്തിലുള്ള
പുതിയ പുതിയ ഇന്നൊവേഷൻസ് നമ്മുടെ മ്യൂച്വൽ ഫണ്ട് ഇൻഡസ്ട്രിയിൽ നടന്നുകൊണ്ടിരിക്കുന്നതുണ്ട്. അത് പ്രോഡക്റ്റ് ലെവൽ, പ്രോഡക്റ്റിൻ്റെ ഡെവലപ്മെൻ്റ് ആയാലും ശരി, അതോടൊപ്പം തന്നെ കസ്റ്റമേഴ്സിന് കൊടുക്കുന്ന സർവീസിൻ്റെ റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങളായാലും ശരി. എപ്പോഴും നിങ്ങൾ മനസ്സിൽ ഓർക്കേണ്ട ഒരു കാര്യം, മ്യൂച്വൽ ഫണ്ട് ഇൻവെസ്റ്റ്മെൻ്റ് എന്ന് പറഞ്ഞാൽ എപ്പോഴും റിസ്ക്കി ആയിട്ടുള്ള ഇൻവെസ്റ്റ്മെൻറ്റാണ്. അപ്പോൾ നിങ്ങൾ ഇൻവെസ്റ്റ് ചെയ്യുന്നതിന് മുന്നേ തീർച്ചയായിട്ടും ഇതിനെക്കുറിച്ച് സ്റ്റഡി ചെയ്തിട്ട് നിങ്ങളുടെ റിസ്ക് പ്രൊഫൈലുമായിട്ട് മാച്ച് ചെയ്യുന്ന ഫണ്ടുകളിൽ ഇൻവെസ്റ്റ് ചെയ്യുക. പല റിസ്ക് കാറ്റഗറിയിലുള്ള ഫണ്ടുകളുണ്ട്. ഹൈ റിസ്ക് കാറ്റഗറിയിലുള്ള ഫണ്ടുകളുണ്ട്, മീഡിയം റിസ്ക് കാറ്റഗറിയിലുള്ള ഫണ്ടുകളുണ്ട്, ലോ റിസ്ക് കാറ്റഗറിയിലുള്ള ഫണ്ടുകളുണ്ട്. അപ്പം നിങ്ങളുടെ റിസ്ക് ആപ്പിറ്റേറ്റിനെ മാച്ച് ചെയ്യുന്ന ഫണ്ടുകൾ, അതോടൊപ്പം തന്നെ നല്ല പെർഫോമിംഗ് ആയിട്ടുള്ള ഫണ്ടുകളും തിരഞ്ഞെടുത്ത് എപ്പോഴും ഇൻവെസ്റ്റ് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കേണ്ടതാണ്. നിങ്ങൾക്ക് മ്യൂച്വൽ ഫണ്ട് ഇൻവെസ്റ്റ്മെൻറ്റിനെ കുറിച്ച് അറിവില്ല എങ്കിൽ തീർച്ചയായിട്ടും ഇതറിയാവുന്ന ഒരാളുടെ ഉപദേശം തേടാവുന്നതാണ്. ഈ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് പ്രതീക്ഷിക്കുന്നു. ഈ വീഡിയോ യൂസ്ഫുൾ എന്ന് തോന്നിയാൽ ഇത് മറ്റുള്ളവരുടെ അറിവിലേക്ക് വേണ്ടിയിട്ട് ഷെയർ ചെയ്യുക. ഇതുപോലെ യൂസ്ഫുള്ളായിട്ടുള്ള ഒട്ടനവധി വീഡിയോകൾ ഞാൻ എൻ്റെ യൂട്യൂബ് ചാനലിൽ പോസ്റ്റ് ചെയ്തിട്ടുണ്ട്. നിങ്ങൾ സമയം കിട്ടുമ്പോൾ തീർച്ചയായിട്ടും എൻ്റെ ചാനൽ വിസിറ്റ് ചെയ്ത് ആ വീഡിയോകൾ കാണുവാൻ ശ്രമിക്കുക. എൻ്റെ ചാനൽ ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഇതുപോലെ യൂസ്ഫുള്ളും ഇൻഫോർമേറ്റീവുമായിട്ടുള്ള മറ്റൊരു വീഡിയോയുമായിട്ട് മറ്റൊരവസരത്തിൽ കാണുന്നതുവരെ നന്ദി, നമസ്കാരം.